നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊലി നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയില്ല, ഒരു തരം മഞ്ഞ സ്കിന്നോട് കൂടിയ ഉരുളക്കിഴങ്ങാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഡാർക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ളതാണ് വെച്ചാൽ ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒന്നുമാണ്. ഇനി ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് വെക്കാം. ഉരുളക്കിഴങ്ങ് നിറം മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാതും ഒരേ വണ്ണത്തിൽ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. അധികം കനം ഇല്ലാണ്ട് കനം കുറച്ചിട്ട് അരിയണം. ഈ അരിഞ്ഞു വെച്ചത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ടിട്ട് ഇതേമാതിരി കഴുകിയെടുക്കുന്ന സമയത്ത് കണ്ടല്ലോ വെള്ളത്തിൻ്റെ നിറം മാറുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം തെളിഞ്ഞ് കിട്ടുന്നത് വരെ ഉരുളക്കിഴങ്ങ് 3-4 വട്ടം വെള്ളം മാറ്റിയിട്ട് കഴുകിയെടുത്തുകൊണ്ടേ ഇരിക്കണം. വെള്ളം തെളിഞ്ഞ് കിട്ടുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇത് ഞാനൊരു 4 വട്ടം കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ക്ലിയർ ആവുന്നത് വരെ നമ്മളിത് കഴുകിയെടുക്കണം. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടാം. 4 മിനിറ്റ് തിളപ്പിക്കണം. അതുവരെ ഇത് അടച്ചു വെക്കാം. ഇതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക. എടുത്ത ശേഷം ഇതൊന്ന് കൈകൊണ്ട് അങ്ങനെ ആക്കുമ്പോഴേക്കും ഇത് ഉടഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ ആക്കുമ്പോഴേക്കും ഇത് ഉടഞ്ഞു പോകുന്നുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇത് ഉടയ്ക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതുണ്ടോ. കൂടാതെ നോക്കണം കേട്ടോ, നേരെ മറിച്ചിട്ട് വേവാത്തതാണെങ്കിൽ ഇപ്പം ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് എന്താണ് നമുക്ക് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇപ്പം ഇത് കറക്റ്റ് വേവാണ്. ഇതിന് ഏകദേശം ഒരു 3-4 മിനിറ്റ്, കൂടിപ്പോയി ഒരു 5 മിനിറ്റ് എടുക്കണുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഊറ്റിക്കളയണം. ഇപ്പം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തേക്ക് ഞാൻ ഇതൊന്ന് കോരിയിട്ട് ഇടുകയാണ്. ഇത് ഈ ചൂടിൽ നിന്നിട്ട് വേവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇടുന്നത്. അപ്പം അങ്ങനെ എല്ലാതും എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഈ വെള്ളത്തിലിരിക്കട്ടെ. ഈ ഉരുളക്കിഴങ്ങിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പേപ്പർ ടവലോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിൽ ഈ ഉരുളക്കിഴങ്ങ് നിരത്തിയിട്ടിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഒന്നുകിൽ ഒപ്പിയെടുക്കാം, അതല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ പുറത്ത് വയ്ക്കാം. എങ്ങനെ വേണേലും വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. ഇപ്പം ഞാനിത് ഒരു പേപ്പർ ടവൽ വിരിച്ചിട്ട് അതിൽ ഇട്ടിട്ട് ഞാൻ ബാൽക്കണി കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ബാൽക്കണിയിൽ നിന്ന് എടുത്തോണ്ടെന്നാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒട്ടും തന്നെ വെള്ളമില്ല. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് കോൺ സ്റ്റാർച്ച് ചേർക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ രീതിയിൽ ചെയ്യാൻ നമുക്കിത് ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കിയതിന് ശേഷം കുറച്ച് ദിവസം ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് വറുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ എല്ലാതും ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അതിന് ശേഷം എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇങ്ങനെ കോൺ സ്റ്റാർച്ച് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടില്ല, വേറിട്ട് തന്നെ കിടക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺ സ്റ്റാർച്ച് പറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നത്. കണ്ടത്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വറക്കാം. അതല്ല ഇത് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് നമുക്ക് വറക്കുകയും ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം എപ്പോഴും വെക്കാൻ. ഇനി നമുക്കിത് എണ്ണയിലിട്ട് കൊടുക്കാം.
ഇപ്പൊ കാണാൻ നേരത്തെ ഉണ്ടായിരുന്ന ബബിൾസ് ഒക്കെ താഴ്ന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ വാരിയെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വയ്ക്കാം. പാകത്തിന് ഉപ്പ് ഇങ്ങനെ നുള്ളിട്ടെടുത്താൽ മതിയാവും. നുള്ളു ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്.